നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനില് ആൽഫ ഒരു നോൺ സീറോ റിയൽ നമ്പർ ആണ്. എഫ് എന്ന് പറയുന്ന ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് 02 തന്നിട്ടുണ്ട്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. If f dash x equal to alpha f of x plus 3 for all x belongs to R. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -log2 ആണ് കാണേണ്ടത്. എഫ് കണ്ടുപിടിച്ചാൽ എഫ് ഓഫ് -log2 കാണാം. എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ എഫ് ഓഫ് -log2 കാണാൻ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം -log2 കൊടുത്താൽ മതി. അപ്പൊ എന്ത് കാണണം? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് എന്താണ്? ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരാളിപ്പോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് അവിടെ ആരാണ്? dy ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഇത് dy ബൈ ഡി എക്സ് ഈക്വൽ ടു ആൽഫ വൈ പ്ലസ് 3 ഇസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്തുപയോഗിച്ച്? എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ഉപയോഗിച്ചും ആൽഫ ഒരു അൺനോൺ ആണ്, അതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്താൽ dy ബൈ ഡി എക്സ് എന്നുള്ളതിന് പകരം ഞാൻ വീണ്ടും എഫ് ഡാഷ് എക്സ് എന്നാണ് എഴുതുന്നത്. മൈനസ് ആൽഫ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എഴുതുമ്പോൾ അറിയാലോ dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂല് പി ആരാണ് ഇവിടെ? പി ആരാണ്? മൈനസ് ആൽഫയാണ്. അപ്പൊ ഇന്റഗ്രൽ പി ഡി എക്സ് ആരായിട്ട് വരും? മൈനസ് ആൽഫ എക്സ് ആയിട്ട് വരും. ദെർഫോർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരായിട്ട് വരും? ഇ പവർ മൈനസ് ആൽഫ എക്സ് ആയിട്ട് വരും. ദെർഫോർ സൊല്യൂഷൻ ആരായിട്ട് വരും? ജനറൽ സൊല്യൂഷൻ ഇ പവർ മൈനസ് ആൽഫ എക്സ് ഈക്വൽ ടു വൈ ഇ പവർ അപ്പൊ വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നെ പറയാം. സൊല്യൂഷൻ അപ്പൊ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് ആൽഫ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 3 ഇ പവർ മൈനസ് ആൽഫ എക്സ് ഡി എക്സ്. ആ സൊല്യൂഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം കാണരുത്. ഇങ്ങനെയാണ് വരേണ്ടത്. സൊല്യൂഷൻ എപ്പോഴും y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. ഏത് ഫോമിന്? dy ബൈ ഡി എക്സ് പ്ലസ് പി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന ഫോമില്. ആ ക്യൂ ഇവിടെ 3 ആണ്. ഐ എഫ് ആരാണ്? ഇ പവർ മൈനസ് ആൽഫ എക്സ്. അതുകൊണ്ടാണ് അവിടെ ക്യൂ ഐ എഫ് എന്നുള്ളിടത്ത് 3 ഇ പവർ മൈനസ് ആ. ഇതിന്റെ ആൻസർ നമുക്കറിയാം. 3 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 3 ഇ പവർ മൈനസ് ആൽഫ എക്സ് ബൈ മൈനസ് ആൽഫ പ്ലസ് എ കോൺസ്റ്റന്റ്, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് സൊല്യൂഷൻ കിട്ടുന്നത്? സൊല്യൂഷൻ കിട്ടുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഇ പവർ മൈനസ് ആൽഫ എക്സ് ഈക്വൽ ടു -3 ഇ പവർ മൈനസ് ആൽഫ എക്സ് ബൈ ആൽഫ പ്ലസ് സി. ഇങ്ങനെ ലഭിക്കുന്നു. നോക്കാം. ഇനി നമുക്ക് സി എത്രയാണെന്ന് അറിയാൻ വേണ്ടി എഫ് ഓഫ് 02 എന്ന് തന്നിരിക്കുന്നു. Therefore എക്സിന് 0, എഫ് ഓഫ് 02 അങ്ങനെയാണ്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ഇ പവർ 0 ഈസ് ഈക്വൽ ടു -3 ബൈ ആൽഫ ഇൻറ്റു ഇ പവർ 0 പ്ലസ് സി. ദാറ്റ് ഈസ് 2 ഈക്വൽ ടു -3 ബൈ ആൽഫ പ്ലസ് സി. സിയെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുള്ളൂ? 2 പ്ലസ് 3 ബൈ ആൽഫ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ therefore solution is f of x e power minus alpha x is equal to minus 3 by alpha e power minus alpha x plus
2 പ്ലസ് 3 ബൈ ആൽഫ. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. അപ്പൊ ഇ പവർ മൈനസ് ആൽഫ എക്സ് എന്നുള്ളതിന് ഒഴിവാവാൻ ഇ പവർ ആൽഫ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആർബിട്രറി കോൺസ്റ്റന്റിന് 2 പ്ലസ് 3 ബൈ ആൽഫ എന്ന് കിട്ടി. അപ്പോഴും ഇവിടെ ആൽഫ ഒരു വിഷയമായി കിടക്കുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. ആദ്യം നമുക്ക് ഒന്നുകൂടി അതിനെ ഒന്ന് റെഡ്യൂസ് എഴുതാൻ വേണ്ടി ഇ പവർ ആൽഫ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇ പവർ ആൽഫ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. മൾട്ടിപ്ലൈ ബൈ ഇ പവർ ആൽഫ എക്സ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഫ് ഓഫ് എക്സ് ആയി മാത്രം നിൽക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ടേം മൈനസ് 3 ബൈ ആൽഫ ആയി നിൽക്കും. പ്ലസ് 2 പ്ലസ് 3 ബൈ ആൽഫ ഇൻറ്റു ഇ പവർ ആൽഫ എക്സ് ആയിട്ട് നിൽക്കും. ഇനി നമുക്കിത് കിട്ടേണ്ട ആൽഫ ഇപ്പോഴും ഒരു അൺനോൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ആൽഫ കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ എന്താണ് ഇനി ഉപയോഗിക്കേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഗിവൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അതെ, എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ therefore രണ്ട് സ്ഥലത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ what you get is 1 equal to minus 3 by alpha. അവിടെ എക്സ് ഇല്ല. എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് 1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? 2 പ്ലസ് 3 ബൈ ആൽഫ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ പവർ ആൽഫ എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഈക്വൽ ടു മൈനസ് 3 ബൈ ആൽഫ പ്ലസ് ഇവിടെ 2 പ്ലസ് 3 ബൈ ആൽഫ ഇൻറ്റു ഈ ലിമിറ്റ് വാല്യൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ ഇ പവർ ആൽഫ എക്സില് ഈ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 1 ബൈ ഇ പവർ ഇൻഫിനിറ്റി ആയി മാറും ഈക്വൽ ടു 0. പക്ഷേ ആൽഫയെ നമ്മൾ എന്തായി പറയണം? ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറയണം. നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ഈ പ്രശ്നമൊക്കെ പ്രശ്നമാവും. കാരണം ഇ പവർ ഇൻഫിനിറ്റി ആയി മാറും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻഫിനിറ്റി എന്നാണ് വരിക. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ പവർ ആൽഫ എക്സ് എന്ന് പറയുമ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി അഥവാ ഇ പവർ ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ഇഫ് എന്തായിരിക്കണം? ആൽഫ ഗ്രേറ്റർ ദാൻ 0. അല്ല, ആൽഫ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ ഇത് ഇ പവർ ഇൻഫിനിറ്റി ആയി വരും. ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലത്തിന് ആൻസർ കിട്ടില്ല. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ വന്ന് നോക്ക്, ആൽഫ ബി എ നോൺ സീറോ റിയൽ നമ്പർ എന്നേ അവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ നോൺ സീറോ റിയൽ നമ്പർ പറഞ്ഞാൽ പോരാ, നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറയണം. ആൽഫ ബി എ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് ഈ സൊല്യൂഷന്റെ അവസാന ഭാഗത്ത് ഇവിടെ എന്താ എഴുതാൻ പറ്റുള്ളൂ? 0 എന്ന് എഴുതാൻ പറ്റണം. അത് നമുക്ക് ആൽഫ ഈക്വൽ ടു -3 എന്ന സൊല്യൂഷൻ തരും. വാല്യൂ ആൽഫ ഈക്വൽ ടു -3. അപ്പോഴേ ആൽഫയ്ക്ക് -3 കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? അപ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? ആൽഫയ്ക്ക് -3 കൊടുക്കുക, 1 പ്ലസ് എന്ത് വരും? ആൽഫ -3 കൊടുക്കുമ്പോൾ 2 - 1 1 വരും. ഇ പവർ -3x എന്ന് കിട്ടും. ഇതാണ് സൊല്യൂഷൻ. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരണം. ആൽഫ ഈസ് എ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് വേണം. ഇങ്ങനെ വന്നാലേ നമുക്ക് ഇനി എഫ് ഓഫ് മൈനസ് ലോഗ് 2 കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് എഫ് ഓഫ് മൈനസ് ലോഗ് 2 ചോദിച്ചാൽ ഈ മൈനസ് ലോഗ് 2 വരെ എഫ് ഓഫ് മൈനസ് ലോഗ് 2 എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് 1/2 ആണ്.
അപ്പൊ എഫ് ഓഫ് ലോഗ് ഓഫ് 1/2 ചോദിച്ചാൽ 1 പ്ലസ് ഇ പവർ ലോഗ് ഓഫ് 1/2 എന്തായിട്ട് എടുക്കാം, നമുക്ക് ഓൾ ക്യൂബ് ആയിട്ട് എടുക്കാം. ഇ പവർ ആൽഫ ഈക്വൽ ടു -3x ആണ്. വീണ്ടും ഓൾ റേസ് ടു -3. So what you get is ഇവിടെ 1 പ്ലസ് ഇ പവർ ലോഗ് ഓഫ് 1/2 റേസ് ടു -1/3 2 റേസ് ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഈക്വൽ ടു 9. എക്സിന് പകരം എഫ് ഓഫ് മൈനസ് ലോഗ് ഇട്ട് പറഞ്ഞാൽ എഫ് ഓഫ് ലോഗ് ഓഫ് 1/2. അപ്പൊ എക്സിന് പകരം ലോഗ് ഓഫ് 1/2 കൊടുത്താൽ ഇ പവർ ലോഗ് ഓഫ് 1/2, ഇ പവർ ലോഗ് ഓഫ് 1/2 1/2. ആ 1/2 ഓൾ റേസ് ടു -3. അപ്പൊ 1/2 റേസ് ടു -3. 1/2 റേസ് ടു -3 മീൻസ് 2 റേസ് ടു 3 കാരണം 8. 1 പ്ലസ് 8 9. അപ്പൊ 9 ആണ് അതിന്റെ ആൻസർ വരിക. പക്ഷേ ആ ആൻസർ വരണമെങ്കിൽ ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ത് ചേർക്കണം, നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പർ എന്നുകൂടി വേണം, എങ്കിലേ അതിന്റെ ക്ലാരിറ്റി വരുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ആർബിട്രറി സൊല്യൂഷൻ അഥവാ ജനറൽ സൊല്യൂഷനിൽ നിന്ന് അത് പെർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്തി. പക്ഷെ ആ പെർട്ടിക്കുലർ സൊല്യൂഷൻ സി കണ്ടു നോക്കിയപ്പോൾ വീണ്ടും അതിൽ ആൽഫ എന്ന് പറയുന്ന ഒരു വാല്യൂ അൺനോൺ ആയിട്ട് വന്നു. ആ ആൽഫ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിമിറ്റ് വാല്യൂ ഉപയോഗിച്ചത്. പക്ഷെ ആൽഫ അവിടെ ഓൾറെഡി എന്തായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം, നോൺ സീറോ ആയിരിക്കണം, പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 കിട്ടും.